സ്നേഹാവസ് ആണ്. സീക്കടി മച്ചിലി സൂക്കി ക്യൂ നഹി എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലെ. ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതേ മുകളിൽ തന്നിട്ടുള്ളത്. എന്താണ്? നമ്മുടെ ബോഡി അമ്മ ഒരുപാട് ആളുകളടുത്ത് പോയിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പോയി ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ആളുകളെ ആരുടെ അടുത്തൊക്കെയാണ് നമ്മുടെ ബോഡി അമ്മ പോയിട്ടുള്ളത് എന്നുള്ളത് ഓർഡറിൽ മക്കൾ പഠിച്ചു വെക്കണം. ആരൊക്കെയാണ് നോക്കിക്കേ. ആദ്യം നമ്മുടെ ബോഡി അമ്മ പോകുന്നത് സീക്കടി മച്ചിലിയുടെ അടുത്താണ്. സീക്കടി മച്ചിലി എന്താണ്, ഒരു മീനിന്റെ പേരായിരുന്നു അല്ലെ, സീക്കടി മച്ചിലി അല്ലെ. ആ മച്ചിലിയുടെ അടുത്താണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ ബോഡി അമ്മ എങ്ങോട്ടാ പോയിട്ടുള്ളത്? ഗാസിന്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്. ഗാസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാസ് ആണ്, പുല്ലാണ് അല്ലെ. പുല്ലിന്റെ അടുത്തോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി അമ്മ ആരടുത്തേക്ക് പോയിട്ടുള്ളത്? ബച്ചടയുടെ അടുത്തേക്കാണ്. ബച്ചട എന്താണ്? പയ്യാണ്, പശുക്കുട്ടിയാണ് അല്ലെ. പശുക്കുട്ടിയുടെ അടുത്തേക്ക്, ബച്ചടയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് 4ാമത് പോകുന്നത് ആരടുത്തേക്കാണ്? ഔറത്തിന്റെ അടുത്തേക്കാണ്. ഔറത്ത് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ എന്നുള്ള അർത്ഥമാണ്. ശരിക്കും ഈ സ്ത്രീ ആരായിരുന്നു? നമ്മുടെ മച്ചുവാരയുടെ ഭാര്യയാണ്. അതായത് മച്ചുവാരിൻ, ഫിഷർ വിമൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാലും എന്റെ മക്കൾ എന്ത് ചെയ്യണം? അത് എഴുതണം. നോക്കുക, ഔറത്ത് മച്ചുവാരിൻ എന്ന് പറയാം, അല്ലെങ്കിൽ മച്ചുവാരയുടെ പത്നി, ഫിഷർമാന്റെ ഭാര്യ എന്നും പഠിച്ചു വെച്ചോളാം കേട്ടോ. പിന്നെ 5ാമത് നമ്മുടെ ആള് ആരടുത്തേക്കാണ് പോകുന്നത്? നമ്മുടെ ബോഡി അമ്മ കുട്ടിയുടെ അടുത്തേക്കാണ്, ബച്ചയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതും പഠിച്ചു വെക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബോഡി അമ്മ ക്വസ്റ്റ്യനുമായിട്ട് ആരടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്? ചീണ്ടീന്റെ അടുത്തേക്കാണ്, ഉറുമ്പിന്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ സീക്കടി മച്ചിലി, ഗാസ്, ബച്ചട, ഔറത്ത്, ബച്ചെ, ചീണ്ടി എന്നുള്ളത് ഓർഡറിൽ തന്നെ, വേറെ വേറെ പഠിക്കരുത്, ഓർഡറിൽ തന്നെ എന്റെ മക്കൾ പഠിച്ചു വെച്ചോളാം. ഇതെന്തായാലും നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ടാറ്റാ, ബൈ ബൈ.